അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, തജ്വീദ്, ലിസാനുൽ ഖുർആൻ ഇത് രണ്ടും ഒരുമിച്ചായിരിക്കും നമ്മുടെ പരീക്ഷ. തജ്വീദ്, ലിസാനുൽ ഖുർആൻ അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ആൻസർ സഹിതം ഇവിടെ ചർച്ച ചെയ്യുന്നത്. സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, പൊതുപരീക്ഷയാണ്. നല്ല കാര്യഗൗരവത്തോടെ തന്നെ എടുത്ത് വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പഠിക്കുകയും ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സിൽ ബിമാ യുനാസിബു. ബ്രാക്കറ്റിൽ ആൻസർ ഉണ്ട്, ഉത്തരങ്ങളുണ്ട്. നമ്മൾ യോജിച്ചത് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. എന്തെല്ലാമാണ് ബ്രാക്കറ്റിലുള്ളത്? നദുറുസു. നദുറുസു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കുന്നു. ഗസല കഴുകി. ഖറജ രണ്ടുപേര് പുറപ്പെട്ടു. സിഫത്ത് വിശേഷണം. അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാം. ഇതാണ് ബ്രാക്കറ്റിലുള്ള ഓപ്ഷൻസുകൾ. ഇനി ഒന്നാമത്തത് എന്താണ്? മിസ്ലുൽ ബദർ. മിസ്ലുൽ ബദർ പൂർണ്ണ ചന്ദ്രനെ പോലെയാണ്. നമ്മൾ തുടക്ക പാഠത്തിൽ തല അൽ ബദറു അലൈന എന്നുള്ള അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണ ചന്ദ്രനെ പോലെയാണ്. ബൽ അൻവറു മിൻഹു, അതിനേക്കാൾ പ്രശോഭിതമാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മിസ്ലുൽ ബദർ അതാരാണ്? അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ദുറൂസന, ഞങ്ങളുടെ പാഠം. അപ്പൊ ഏതാ വരിക? ഞങ്ങളെ പാഠം പഠിക്കുന്നു. അപ്പൊ ദുറൂസന എന്നുള്ളത് ഒന്നാമത്തെ ഓപ്ഷൻ. നദുറുസു, നദുറുസു ദുറൂസന. മാലി മഅറൂഫ് മുഫ്രദ്, അതേതാണ്? ഗസല. ഗസല എന്ന് പറഞ്ഞാൽ എന്താണ്? അവനൊരു പുരുഷൻ കഴുകി എന്നാണ്. അപ്പൊ അത് മാലിയായ ഫീലാണ്. അതുപോലെ മഅറൂഫാണ്, മഅറൂഫായ ഫീലാണ്. മുഫ്രദാണ്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒരാളെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അവൻ ഒരു പുരുഷൻ കഴുകി എന്ന് പറയുമ്പോൾ അതേതാണ്? അതിന്റെ സീഗ എങ്ങനെയാ വരിക? മാലി മഅറൂഫ് മുഫ്രദാണ്. ഇനി ഹഫറ ബിഅറ സംസം. സംസം കിണറിനെ കുഴിച്ചു. ആരാണ് കുഴിച്ചത്? ജിബ്രീൽ അലൈഹിസ്സലാമാണ് കുഴിച്ചത്. ഇനി മുസന്ന മുദക്കർ. മുസന്ന മുദക്കർ രണ്ടാളുകളെ സൂചിപ്പിക്കുന്ന ഒരു പ്രവൃത്തി. ഇവിടെ ഏതാണുള്ളത്? കണ്ടോ? ഖറജ, ഖറജ, ഖറജ. ഖറജ അവനൊരു പുരുഷൻ പുറപ്പെട്ടു. ഖറജ അവർ രണ്ടാളുകൾ പുറപ്പെട്ടു. അപ്പൊ മുസന്നയാണ് എന്ന് വെച്ചാൽ തസ്നിയ, രണ്ടാളുകളെ സൂചിപ്പിക്കുന്നതാണ്. മുദക്കറാണ്, അവർ രണ്ട് പുരുഷന്മാർ പുറപ്പെട്ടു. അത് ഖറജ. ഇനി ഹംസ്. ഹംസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് ഒരു സിഫത്താണ്. നമ്മൾ സിഫാത്തുൽ ഹുറൂഫ് എന്ന് കിതാബു തജ്വീദിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സിഫത്താണ് ഇത് ഹംസ്. ഇനി മയ്യിസ് സഹീഹ, ശരിയായതിനെ വേർതിരിക്കാനാണ്. അഷ്ഹറു സാമിനു, 8ാമത്തെ മാസം. അസാമിനു എന്ന് പറയുമ്പോൾ 8ാമത്തെ, നമ്മൾ 1ാമത്തെ 2ാമത്തെ അങ്ങനത്തെ പ്രയോഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഷ്ഹറു സാമിനു, 8ാമത്തെ മാസം ഏതാണ്? റബീഉൽ അവ്വലാണോ ഷഅബാനാണോ ദുൽഹിജ്ജയാണോ? ഷഅബാനാണ് 8ാമത്തെ മാസം, ഷഅബാൻ. ഇനി അദ്ദാരിസൂൻ, വിദ്യാർത്ഥികൾ, ആൺകുട്ടികളാണ്. തുസല്ലിമൂന, യുസല്ലിമൂന, യുസല്ലിമാനി, യുസല്ലിമൂന. ഏതാ വരിക? യുസല്ലിമൂന. കാരണം കുറെ ആളുകളുണ്ടല്ലോ. യുസല്ലിമു, യുസല്ലിമാനി, യുസല്ലിമൂന നമ്മൾ സർഫാക്കി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ യുസല്ലിമൂന എന്നാണ് വരിക. ഇനി ഹംസത്തുൽ ഖത്അ. ഈ 3 ഉദാഹരണങ്ങളിൽ ഏതാണ് ഹംസത്തുൽ ഖത്അ? ഒന്നാമത്തത് റബ്ബനഫ്തഹ് അഹ്മദു വഖുൽന ദുഖുലു. ഇതിൽ ഹംസത്തുൽ ഖത്അ ഏതാണ്? അഹ്മദ് എന്നുള്ളതാണ്. റബ്ബനഫ്തഹ് എന്നുള്ളതിലെയും വഖുൽന ദുഖുലു എന്നുള്ളതിലെയും ഹംസ അത് ഹംസത്തുൽ വസ്ലാണ്. അഹ്മദു എന്നുള്ളതിലെ ഹംസയാണ് ഹംസത്തുൽ ഖത്അ. ഇനി വിശദീകരിക്കാനാണ്. എന്താണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാല്? ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്കാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയാ. ചേർത്തി ഓതുന്ന സമയത്ത് അത് വരൂല. നമ്മൾ ഇവിടെ ഉദാഹരണം കണ്ടോ? റബ്ബനഫ്തഹ്, റബ്ബനഫ്തഹ് വഖുൽന ദുഖുലു. അവിടെ നിന്ന് ചേർത്തി ഓതുന്ന സമയത്ത് ഹംസത്തുൽ വസ്ൽ പറയൂല. നേരെ മറിച്ച് തുടക്കത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? അത് പറയും. അങ്ങനത്തെ ഹംസക്കാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയാ. ഇനി അൽ ഫിഅലുൽ മാളി. എന്താണ് മാളിയായ ഫീൽ എന്ന് പറഞ്ഞാൽ? കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫി സമാനിൽ മാളി. മാളിയായ ഒരു കാലത്ത്, കഴിഞ്ഞൊരു കാലത്ത് സംഭവിച്ച ഒരു പ്രവർത്തനത്തിന്റെ മേൽ അറിയിക്കുന്ന ഒരു കലിമത്ത്, അതിനാണ് മാളിയായ ഫിഅൽ എന്ന് പറയാ. ഇനി സക്കത്ത. സക്കത്ത എന്ന് പറഞ്ഞാൽ എന്താ? തജ്വീദിന്റെ ഒരു നിയമമാണല്ലോ. ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിനാണ് സക്കത്ത എന്ന് പറയാ. നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഖുർആനിൽ 4 സ്ഥലങ്ങളിലാണ് സക്കത്തയുള്ളത്.
അപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, അതേ ശ്വാസത്തിൽ തന്നെ വീണ്ടും തുടരുക. അതിനാണ് സക്കത്ത എന്ന് പറയുക. ഇനി സർഫാക്കാനാണ്. തദ്റുസു, തദ്റുസാനി, തദ്റുസൂന. ഇവിടെ ആൻസർ സഹിതമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ഏത് ഫെയില് കിട്ടിയാലും സർഫാക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങൾ പ്രാപ്തരാവണം. പല ഉദാഹരണങ്ങൾ വെച്ച് സർഫാക്കി പഠിക്കണം. തദ്റുസു, തദ്റുസാനി, തദ്റുസൂന, തദ്റുസീന, തദ്റുസാനി, തദ്റുസിന. അപ്പോൾ ഇതിന്റെ മാദി എന്തായിരുന്നു? ദറസ. ദറസ മുഴുവനായിട്ട് സർഫാക്കണം. ഇത് മുളാരിയായ ഫീലാണ് ഇവിടെ സർഫാക്കാൻ ചോദിച്ചിട്ടുള്ളത്. യദുറുസു, അതാണ് അതിന്റെ തുടക്കം. യദുറുസു, യദുറുസാനി, യദുറുസൂന, തദ്റുസു, തദ്റുസാനി, യദുറുസുന, പിന്നെ തദ്റുസു, തദ്റുസാനി, തദ്റുസൂന, തദ്റുസീന, തദ്റുസാനി, തദ്റുസുന, അദ്റുസു, നദ്റുസു, ആ രൂപത്തിൽ. അപ്പോൾ ഏത് ഫീല് എവിടുന്ന് ചോദിച്ചാലും നമുക്ക് സർഫാക്കാൻ കഴിയണം. യക്തുബു, യക്തുബു, യക്തുബാനി, യക്തുബൂന, തക്തുബു, തക്തുബാനി, യക്തുബുന. ഇനി ഒരു മാദിയായ ഫീൽ തന്നിട്ടുണ്ട്. ജലസ, ജലസ, ജലസു, ജലസത്ത്, ജലസത, ജലസ്ന. അങ്ങനെ സർഫാക്കാനുള്ള ചോദ്യവുമുണ്ട്. 4, 4, 8, 12 മാർക്ക് അതിനുണ്ട്. ഇനി റത്തീബ്, ഓർഡർ ആക്കാനാണ്. ലാ യുമല്ലു കലാമുൻ സമാഉഹു ഖദീമുൻ. വിദ്യാർത്ഥികൾക്ക് ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും. പരിശുദ്ധമായ ഖുർആൻ അത് ഹിഫ്ള് വർദ്ധിക്കാനൊക്കെ ചെല്ലാൻ പറ്റുന്ന ഒരു ദിക്റാണ്, ഒരു ബൈത്താണ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വഫിഅലിൻ വനിയതി. നമ്മൾ ബൈത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇവിടെ ഡിസോർഡർ ആയിട്ട് തന്നിട്ടുള്ളത്. നമുക്കത് ഓർഡർ ആക്കാം. കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു. ഇനി അടുത്തത് ബി കിതാബിക നവ്വിർ വഅത്ലിക് ബസരി അല്ലാഹുമ്മ ലിസാനി ബിഹി. അതേതാണ്? അല്ലാഹുമ്മ നവ്വിർ ബി കിതാബിക ബസരി ബസരി വഅത്ലിക് ബിഹി ലിസാനി. അത് ഓർഡർ ആക്കാം. ഇനി അടുത്തത് ഉത്തരം എഴുതാനാണ്. പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകൾ ഏവ? വളരെ എളുപ്പത്തിലുള്ള ചോദ്യമാണ്. 6 മാർക്ക് അവിടെയുണ്ട്. ആയത്തുൽ കുർസി, ആമന റസൂൽ, ലൗ അൻസൽന. ഇതൊക്കെ നമ്മൾ പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകളാണ്. ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ്. ആരുടെ? അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്തവന്റെ ഹൃദയം അത് പൊളിഞ്ഞ വീട് പോലെയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. വഖഫിന്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്ന ആയത്തേതാണ്? വറത്തിലിൽ ഖുർആന തർതീല. ഈ ആയത്തിനാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അർത്ഥം കൊടുത്തത്. അല്ലേ? വറത്തിലിൽ ഖുർആന തർതീല. വഖഫിന്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്ന ആയത്ത് അതാണ്. ഇനി ഖുർആൻ ഒരു ഗ്രന്ഥമാക്കിയതാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇനിയോ മക്കക്കാരനായ ഖാരി അബ്ദുല്ലാഹി ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു. ഇനി മയ്യസിൽ മാലി വൽ മുളാരി. മാലിയും മുളാരിയും വേർതിരിക്കാനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. യാവ് കൊണ്ട്, അതുപോലെ താവ് കൊണ്ട്, അതുപോലെ ഹംസ കൊണ്ട്, നൂന് കൊണ്ടൊക്കെ തുടങ്ങുന്ന ഫീലുകൾ മുളാരിയായ ഫീലാണ്, അല്ലാത്തത് മാലിയുമായിരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് വേർതിരിക്കാൻ പറ്റും. ഹഫറ, ഹഫറ എന്ന് പറഞ്ഞാൽ ഏതാണ്? കുഴിച്ചു, മാലിയാണ്. ജലസ, മാലിയാണ്, ഇരുന്നു. യക്തുബു, കണ്ടോ, യാവ് കൊണ്ട് തുടങ്ങി, മുളാരി ആണ്. യഖില, ഇവിടെ യഖില എന്ന് പറയുമ്പോൾ മാലിയായ ഫീലാണ്. യക്സിബു, യക്സിബു എന്ന് പറയുമ്പോൾ മുളാരി ആണ്. തഅല്ലമ, മാലി. ഇനി അടുത്തത് തർജിം, ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. അദ്ദാരിസു യർജിഉ മിനൽ മദ്റസതി മസാഅൻ. എന്താണ് അർത്ഥം? അദ്ദാരിസു, വിദ്യാർത്ഥി, യർജിഉ, അവൻ മടങ്ങുന്നു, മിനൽ മദ്റസതി, മദ്രസയിൽ നിന്ന്, മസാഅൻ, വൈകുന്നേരം. അപ്പൊ വൈകുന്നേരം വിദ്യാർത്ഥി മദ്രസയിൽ നിന്ന് മടങ്ങും, അല്ലെങ്കിൽ മടങ്ങുന്നു. രണ്ടും അർത്ഥം പറയാം. ഇനി ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഉണ്ട്. ഇനി അടുത്തത് നക്തുബുൽ മഅന, അർത്ഥം എഴുതാനാണ്. ജലസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുന്നു. ഹലീബ് എന്ന് പറഞ്ഞാൽ പാല്. ഹഫറ എന്ന് പറഞ്ഞാൽ കുഴിച്ചു. ജരീദത്തുൻ എന്ന് പറഞ്ഞാൽ പത്രം. ഇതാണ് ലിസാനും തജ്വീദും ഉൾപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ തന്നെ ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ മാക്സിമം ഷെയർ ചെയ്യണം. അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.